ഹായ്, വെൽക്കം ബാക്ക്. ഇത് കുഞ്ഞിൻ്റെ ബേബി ബെഡാണ്. ഇത് നമ്മൾ പില്ലോ ആയിട്ട് യൂസ് ചെയ്യാറ് നമുക്ക്. അപ്പോൾ അതിനൊരു പില്ലോ കവർ വേണം. നേരത്തെ അതിനൊരു പില്ലോ കവർ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ പില്ലോ കവർ ചീത്തയായിപ്പോയി. അപ്പം ഞാൻ ഓർത്തു ഒരു പില്ലോ കവർ സെറ്റ് ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ ഒരു പഴയ സാരി, ഒരു കോട്ടൺ സാരിയാണ്. എനിക്കതിൻ്റെ കളർ ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല കളറല്ലേ. അപ്പോൾ ഒരു പഴയ കോട്ടൺ സാരി എടുത്തു. പിന്നെ ഒന്നും നോക്കിയില്ല, അറഞ്ചം മുറിഞ്ഞ് അങ്ങ് കട്ട് ചെയ്തു. എനിക്കറിയാവുന്ന പോലെ ഇറങ്ങി കട്ട് ചെയ്തു. പിന്നെ ഞാൻ ഹാൻഡ് സ്റ്റിച്ചിങ് ആണ് ചെയ്തത്. അറിയാവുന്ന പോലെയൊക്കെ തന്നെ സ്റ്റിച്ച് ചെയ്തു. 2-3 ദിവസം പണിയാണ് കേട്ടോ ഇത്. ഒരു പില്ലോ കവർ ഉണ്ടാക്കാനുള്ള പാടെ എനിക്കറിയാവുന്ന പോലെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. അത്ര വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും ഓക്കെ, കുഴപ്പമില്ല. ഇത് മൂന്നാമത്തെ ദിവസം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആവുന്നത്. ഇനി ബാക്കിയുണ്ട് സ്റ്റിച്ചാക്കാൻ. ഇത് വെറുതെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ ഒരു ഭംഗിയും കാണില്ലെന്ന് ഓർത്ത് എൻ്റെ കയ്യിലിരുന്ന എംബ്രോയ്ഡറിയുടെ ത്രെഡും വെച്ച് ഒരു ചെറിയ പരിപാടി നടത്താമെന്ന് ഓർത്ത് അങ്ങനെ കുറേ കളറുകളൊക്കെ വെച്ച് നോക്കി. ഏകദേശം മാച്ചായി, ഒരു കളർ എടുത്തു. എംബ്രോയ്ഡറി ചെയ്യുന്ന ഈ സാധനത്തെ പറ്റി എനിക്ക് യാതൊരുവിധ ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ, എല്ലാവരും കറക്കക്കുത്തലാണല്ലോ. അങ്ങനെ വിചാരിച്ചാണ് ഈ സാധനം സെറ്റ് ചെയ്യാൻ തുടങ്ങിയത്. എന്താ അതിനകത്ത് ചെയ്യുന്നതെന്ന് പോലും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തൊക്കെയോ അതിനകത്ത് ചെയ്ത് വെച്ചു. പില്ലോ കവറല്ലേ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇപ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ മടിയാവുമ്പോൾ എന്തോ ചെയ്യും. അത് ചെയ്യാൻ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് കാരണം ആ മോഹം അങ്ങ് വേണ്ടെന്ന് വെച്ചിട്ട് സിമ്പിളായിട്ടൊരു ഫ്ലവർ അങ്ങ് ചെയ്തു. ഈ സ്റ്റാർ പോലെ വന്നിട്ടുള്ള ഫ്ലവറില്ലേ, അത് തന്നെ, അതങ്ങ് ചെയ്തു. ഇത് ചെയ്ത് തുടങ്ങിയപ്പോൾ മനസ്സിൽ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പെട്ടെന്ന് എങ്ങനെ ഇതൊന്ന് ചെയ്ത് തീർക്കണമെന്ന് മാത്രം. ആദ്യത്തെ ദിവസം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് നല്ല ഇൻട്രസ്റ്റ് ഇല്ലെന്ന് ചെയ്ത്, പിറ്റേ ദിവസം കൂടെ ചെയ്താൽ ഏകദേശം തീരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും നല്ല മടിയായിപ്പോയി. പിന്നെ എടുത്ത് വെച്ച് പെട്ടെന്നൊരു ദിവസം എപ്പോഴും എടുത്ത് വീണ്ടും ഞാൻ പഴയ പോലെ പരിപാടിയൊക്കെ തുടങ്ങി. ചെയ്യാൻ മടിയാണെങ്കിൽ നമ്മളിതങ്ങനെ സെറ്റാക്കണ്ടേ. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ച് ഞാൻ ആ പില്ലോ കവർ പോലെ വെച്ച് അങ്ങനെ ചെയ്തത് അവന് ഇഷ്ടപ്പെട്ടില്ല. അതിനാണ് ഇപ്പോൾ കരഞ്ഞത്. ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ വെക്കാനാട്ടോ. കുഞ്ഞ് ഉറങ്ങുമ്പോൾ ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കാം, സേഫായിട്ടിരിക്കും. കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു ഉപകാരമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.